ഹലോ, എല്ലാവർക്കും ജാമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻകറിയാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന മീൻകറിയിൽ നിന്നും വ്യത്യസ്തമായി കുരുമുളക് ഇട്ട് വെച്ച ഒരു ചട്ടി മീൻകറിയാണ്. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഈ മീൻകറി ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുക്കാം. കുരുമുളക് എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ തിളപ്പിക്കേണ്ടതുണ്ട്. ഇത് അവിടെ നിന്ന് തിളയ്ക്കുന്ന ടൈമിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതവിടെ നിന്ന് നന്നായിട്ട് കൊതിർന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വരാൻ വെച്ചിരുന്ന കുരുമുളക് നന്നായിട്ടൊന്ന് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒരു 5 മിനിറ്റോളം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുരുമുളക് മാത്രമായിട്ടാണ് കേട്ടോ അടിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന കുരുമുളകിൻ്റെ വെള്ളം തന്നെ നമുക്കിതിലേക്ക് കുറഞ്ഞ അളവിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അടിച്ച് എടുക്കാം. ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ തക്കാളിയെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു സ്മാൾ പീസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിൽ 7 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരിവേപ്പില, കുരുമുളക് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മീൻ എടുത്തിട്ടുള്ളത് 1/2 കിലോയാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ കറികളും എല്ലാവരും മൺചട്ടിയിലാണ് വയ്ക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിലേക്ക് എണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും അതിലേക്കിടാം. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ തക്കാളിയും സവാളയും ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് 4 നീളൻ പച്ചമുളകിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണം മാറും വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പേസ്റ്റ് ചേർക്കാം.
എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളത്തിനെയും അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനിനെ അതിൻ്റെ ഉള്ളിലേക്കിടാം. ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റോളം കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി അയലക്കറി റെഡിയാകും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.